+2 കെമിസ്ട്രിയിലെ ആൽക്കഹോൾ ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 7.4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ചോദ്യം ഇതാണ് മക്കളെ, നമുക്ക് 2 ആൽക്കഹോൾ തന്നിട്ടുണ്ട്. ഈ ആൽക്കഹോളിനെ നിങ്ങൾ എവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യണം എന്നറിയാമോ? മെത്തനാലും അതേപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റും യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ മെത്തനാൽ നമ്മുടെ കയ്യിൽ ഫിക്സ്ഡ് ആണ്, പക്ഷേ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. റെഡി അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം ആരാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ആൽക്കഹോൾ ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചു കേട്ടോ. മെത്തനാൽ അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത് HCHO ആണല്ലേ. ആ HCHO എന്തായിട്ട് മാറും? ഈ CH2OH ആയിട്ട് മാറും. അപ്പൊ ബാക്കി കാണുന്ന ഈ ഒരു പോർഷൻ എവിടെ ഉണ്ടായിരിക്കണം? നിങ്ങളുടെ ഗ്രിഗ്നാർഡ് റിയേജന്റിൽ ഉണ്ടായിരിക്കണം. എന്താ ഗ്രിഗ്നാർഡ് റിയേജന്റ്? RMgX ആണ്. അതിൽ R എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈ കാണുന്ന ഭാഗമായിരിക്കണം. ക്ലിയർ അല്ലേ? നമുക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ കയ്യിൽ HCHO ഉണ്ട്, ഫോർമാൽഡിഹൈഡ് ഉണ്ട്, HCHO. ഇതാരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ടാണ്. സോ മക്കളെ, ഗ്രിഗ്നാർഡ് റിയേജന്റ് RMgX, ആർ ഗ്രൂപ്പ് അവിടെ നിൽക്കട്ടെ, RMgX. ആൻഡ് ഈ കിട്ടുന്ന പ്രൊഡക്റ്റിനെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഒന്നുമില്ല, ഈ ബോണ്ട് പൊട്ടി OOH ആയിട്ട് മാറും. ആൻഡ് നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റിലെ R ഗ്രൂപ്പ് ഇവിടെ വന്ന് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ R ഗ്രൂപ്പ് എന്തായിരിക്കണം? ഈ കിട്ടേണ്ട പ്രൊഡക്റ്റിലെ R ഗ്രൂപ്പ് ഇതായിരിക്കണം. ഓക്കെ, റെഡി? യെസ്. അപ്പൊ നമുക്ക് ചെയ്യാം. HCHO പ്ലസ് ആരാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്? RMgX ആണ്. അപ്പൊ MgBr ഉണ്ട്, MgBr. ആൻഡ് R ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ ആരെയാണ് എടുക്കേണ്ടത്? ഈ കാണുന്ന CH3 നെ എടുക്കാം. CH3 ഇതാണ് നമ്മളുടെ R ഗ്രൂപ്പ്. ആൻഡ് ഇനി നമ്മൾ ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തുകയാണ്. എന്താണ് പ്രൊഡക്റ്റ്? എന്താണ് കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ്? Hന് യാതൊരു മാറ്റവുമില്ല, H അങ്ങനെ തന്നെ എഴുതാം. Cക്ക് യാതൊരു മാറ്റവുമില്ല, Hന് യാതൊരു മാറ്റവുമില്ല. O എന്തായിട്ട് മാറണം? OH ആയിട്ട് മാറണം. ആൻഡ് ഈ കാണുന്ന R ഗ്രൂപ്പ് എവിടെ വന്ന് അറ്റാച്ച് ചെയ്യണം? ഈ കാർബണിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യണം. സോ നോക്കാം, CH3 ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടിയോ? ദാ CH2OH, CH ഇവിടെയുണ്ട്, CH3 ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഒരു പ്രൈമറി ആൽക്കഹോൾ ആണ് കിട്ടിയത്. മക്കളെ, ഫോർമാൽഡിഹൈഡിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ആ കിട്ടുന്ന പ്രൊഡക്റ്റിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കോമ്പൗണ്ട് എങ്ങനെ കിട്ടും എന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ.